ഹായ് എവ്രി വൺ. ഇന്നലെ ലോക്സഭയിൽ ഒരു ബില്ല് പാസ്സായിട്ടുണ്ടായിരുന്നു, അറിഞ്ഞായിരുന്നോ? ലൈക്ക് പബ്ലിക് എക്സാമിനേഷൻ അമെൻമെന്റ് ബിൽ 2026, പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ്. സോ അത് എന്താ മുന്നോട്ട് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇപ്പം റീസെന്റ് നമ്മുടെ നീറ്റ് എക്സാമിനേഷന്റെ പേപ്പർ ഒക്കെ ചോർന്നല്ലോ അല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള പബ്ലിക് എക്സാമിനേഷൻ പേപ്പേഴ്സ് ലീക്ക് ചെയ്യുക, അപ്പൊ അതിന് ലീക്ക് ചെയ്യാൻ സഹായിക്കുന്ന ആളുകൾക്ക് ഇവർക്കൊക്കെ എതിരായിട്ട് പ്രിവെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബില്ലാണ്. ഈ ഒരു ബില്ലിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇതിനു വേണ്ടി കൂട്ടുനിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു 3 വർഷം മുതൽ 10 വർഷം വരെ തടവും ഒരു 1 CR വരെ പിഴയും കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു ബില്ലാണ് ഇന്നലെ പാസ്സായി. ഈ ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത് നീറ്റ് എക്സാമിനേഷൻ പേപ്പർ ചോർച്ചയുടെ ഭാഗമായിട്ടാണ് അല്ലേ? നീറ്റ് എക്സാമിനേഷൻ എഴുതുന്ന ഒരു കുട്ടിയുടെ ഒരു ദിവസത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു വർഷം, ഒരു ദിവസം തന്നെ നമുക്ക് എടുത്തു നോക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേറ്റ് രാത്രിയാവുന്നത് വരെ എക്സാമിന്റെ പ്രിപ്പറേഷൻ, അത് മാത്രമേ ഉള്ളൂ. ആ കുട്ടികൾ ഒരു ഫാമിലി ഗ്യാതറിങ്ങിലോ അല്ലെങ്കിൽ ഒരു ട്രിപ്പിനോ ഒരു സോഷ്യൽ മീഡിയയിലോ ഇതൊന്നൊക്കെ അവർ വിട്ടു നിൽക്കും. ബിക്കോസ് അവർക്കറിയാം അവർക്ക് കിട്ടുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത് അവരുടെ ഫ്യൂച്ചർ മാറ്റിമറിക്കാൻ പാകത്തിനുള്ള ഒരു മാർക്കാണ്. അത് അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് എന്നുള്ളത് ആ കുട്ടികൾക്കറിയാം. ഇപ്പൊ ഒരു സുപ്രഭാതത്തില് ചോദ്യപേപ്പർ ചോർച്ച ഇങ്ങനെ പറഞ്ഞു. സോ ഇങ്ങനെ ഒരു നിയമം വന്നപ്പം നമുക്ക് ചോദിക്കാനുള്ള, അല്ലെങ്കിൽ ഒരു കോമൺ മാൻ എന്നുള്ള നിലയിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ ഒരു ബില്ല് കൊണ്ടുവന്നുകൊണ്ട് എല്ലാം ആവും. അതായത് ഇപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പം നന്ദൻ, നമ്മുടെ ഒരു ഇൻഫോസിസിന്റെ സഹസ്ഥാപകനായിട്ടുള്ള നന്ദൻ നീലക്കണി, പുള്ളിയുടെ നേതൃത്വത്തിലൊക്കെ ഒരു പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു സമിതി രൂപീകരിക്കുക, കാര്യങ്ങളൊക്കെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. ഒക്കെ അപ്രിസിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഈ ഒരു നിയമത്തിന് അല്ലെങ്കിൽ ഈ ഒരു ചോദ്യപേപ്പർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെയൊക്കെ പിടിച്ചിട്ടുണ്ടോ? ഇനി ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചറിലേക്ക് എന്ത് പ്രിവെൻഷൻ ആണ് എടുത്തിട്ടുള്ളത്? ബിക്കോസ് നാളെ നമ്മുടെ വീട്ടുകളിലും ഒക്കെ കുഞ്ഞു മക്കൾ വളർന്നു വരുന്നുണ്ട്. ഇവരുടെയൊക്കെ ഡ്രീം എന്ന് പറയുന്നത് നീറ്റും ജെയും പോലെയുള്ള എക്സാമിനേഷനും കാര്യങ്ങളും ആണ്. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നമ്മളും പങ്കാളികളാവും. അപ്പൊ ഇന്ന് പാരന്റ്സ് അനുഭവിക്കുന്ന ആ ഒരു മെന്റൽ ടോർച്ചർ കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ നടപടികളാണ് ഇതിനെതിരെ സ്വീകരിച്ചിട്ടുള്ളത് അല്ലേ? നീറ്റ് എക്സാമിനേഷൻ അല്ല, അതേപോലെയുള്ള പല എക്സാമിനേഷൻ, ഇപ്പൊ SSCA പോലെയുള്ള പബ്ലിക് എക്സാമിനേഷൻസ് ഒക്കെ ഈ ഒരു അമെൻമെന്റ് ബില്ലിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഈ വീഡിയോയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെങ്കിലും പിന്തുണയ്ക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല. ഒരു വർഷം പോയിട്ടുള്ള വിദ്യാർത്ഥിയുടെ ഒരു വർഷം തന്നെയാണ് അത് പോകുന്നത്. അപ്പോൾ ഓരോ റാങ്കിന് പിന്നിലും ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നം അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ മൊത്തം കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ആ കൊച്ചു എക്സാം എഴുതി പാസ്സാവാന്നുള്ളത്. അപ്പൊ നമ്മള് എല്ലാവരുടെയും അല്ലെങ്കിൽ നമ്മളെ പോലത്തെ സിറ്റിസൺസിന്റെ ഒക്കെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് സ്വപ്നങ്ങളുടെ കൂട്ടിച്ചേർത്ത് പിടിക്കുക, ഓരോ ആളുകളെയും സ്വപ്നം കാണാനായിട്ട് പ്രയത്നിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിയമം വേണം, കർശനമായിട്ടുള്ള നിയമ നടപടികൾ കാര്യങ്ങളൊക്കെ വേണം. ഒപ്പം അതിന്റെ കൂടെ തന്നെ വിശ്വസനീയമായിട്ടുള്ള ഒരു എക്സാമിനേഷന്റെ അറ്റ്മോസ്ഫിയറും ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഗവൺമെന്റിന് പറ്റുകയാണ്. വാട്ട് ഈസ് യുവർ തോട്ട് ഓൺ ദിസ് ടോപ്പിക്? എന്താ ഒരു കമന്റ് ആയിട്ട് ഇട്ടേക്കണം, ലൈക്ക് ഇട്ടേക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.